2002 വരെ ദേശീയ പതാക സ്വകാര്യ സ്ഥാപനങ്ങളിലോ വീടുകളിലോ ഒക്കെ ഉയർത്തിയിരുന്നത് ഒരു കുറ്റകൃത്യമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ, അതായത് റിപ്പബ്ലിക് ഡേയോ സ്വാതന്ത്ര്യദിനമോ ഒന്നും അല്ലാതെ, സ്പെഷ്യൽ ഒക്കേഷൻസിലല്ലാതെ ഇതൊന്നും ഉയർത്താൻ പാടില്ലായിരുന്നു. ഇതിനൊരു മാറ്റം കൊണ്ടുവരുന്നത് സ്വകാര്യ വ്യവസായിയായ നവീൻ ജിണ്ടാൽ നടത്തിയ ഒരു കേസിന്റെ പേരിലാണ്. 1990 തുടക്കകാലഘട്ടങ്ങളിൽ നവീൻ ജിണ്ടാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്ഥാപനത്തിൽ ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തു. അത് അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് കാണുകയും അത് ടേക്ക് ഡൗൺ ചെയ്യാനും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിന്? ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, എനിക്ക് വലിയ അവകാശങ്ങളെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം കേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കേസ് വന്നു. പക്ഷേ അവിടെ കൊണ്ടൊന്നും യൂണിയൻ സർക്കാർ നിർത്തിയില്ല. അവർ പിന്നെയും അപ്പീൽ പോയി സുപ്രീം കോടതിയിലേക്ക്. അങ്ങനെ 2002 വരെ നീളുന്ന പിന്നെയും കേസ് പോയി. അങ്ങനെ ഈ കേസ് നടക്കുന്ന കാലയളവിൽ തന്നെ അന്നത്തെ സർക്കാർ ഈ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, പഴയ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ അവർ പുനഃപരിശോധിച്ചു. അങ്ങനെ 2002 ജനുവരി 26 പുതിയ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാം, ബഹുമാനത്തോടെയും അന്തസ്സും നിലനിർത്തിക്കൊണ്ട് മാത്രം. അതായത് 2002 ഒരു ഇന്ത്യൻ പൗരന് ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് കാണാനോ അല്ലെങ്കിൽ ഹോയിസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് ഒരു ദേശീയ ദിനത്തിൽ, ഒരു പ്രത്യേക ദിനത്തിൽ മാത്രമല്ല ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തേണ്ടതെന്നും ഏത് സമയവും ബഹുമാനത്തോടെയും അന്തസ്സും നിലനിർത്തിക്കൊണ്ട് ഉയർത്താൻ കഴിയുന്നത് നിയമപരമായിട്ട് അംഗീകരിക്കപ്പെടുന്നത് ഒരു വലിയ മാറ്റമായിരുന്നു. പിന്നീട് 2004 സുപ്രീം കോടതി നവീൻ ജിണ്ടാലിന്റെ ഈ ഒരു കേസിൽ അന്തസ്സോടെയും ബഹുമാനത്തോടെയും ദേശീയ പതാക ഉയർത്തുന്നത് ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നുള്ളത് വ്യക്തമാക്കി. നമ്മുടെ ദേശീയ പതാകയ്ക്ക് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു?